നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിഴിഞ്ഞത്ത് യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ സംഭവത്തിൽ ഭർത്താവ് അഭിലാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിഴിഞ്ഞം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് സമീപം പൊടിയണിവിള വീട്ടിൽ അഭിലാഷിന്റെ ഭാര്യ വിഘ്നേശ്വരിയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 27 വയസ്സുകാരിയാണ് തൂങ്ങി മരിച്ചത്. അഭിലാഷ് മദ്യപിച്ചെത്തി നിരന്തരം ശാരീരികമായി ഉപദ്രവിച്ചിരുന്നുവെന്നും ഇതിൽ മനനൊന്ന് ജീവൻ എടുക്കുകയാണെന്നും എഴുതിയ വിഘ്നേശ്വരിയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യ പ്രേരണക്കുറ്റം ചുമത്തിയാണ് അഭിലാഷിനെ അറസ്റ്റ് ചെയ്തത്. വിഘ്നേശ്വര ഫോണിലും ശാരീരിക പീഡനത്തിന്റെ തെളിവുകൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. 2 ദിവസം മുൻപായിരുന്നു ഇരുവരുടെ 2ാം വിവാഹ വാർഷികം നടന്നത്. നാഗർകോവിൽ സ്വദേശികളായ നാഗരാജൻ കലാ ദമ്പതികളുടെ മകളാണ് വിഘ്നേശ്വരി. ചൊവ്വാഴ്ച വൈകിട്ടാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവ സമയം വീട്ടിൽ ആരും ഇല്ലായിരുന്നു. ഈ സമയത്തായിരുന്നു ആത്മഹത്യ ചെയ്തത്. അഭിലാഷിന്റെ പിതാവ് ചന്ദ്രൻ സന്ധ്യയ്ക്ക് വീട്ടിലെത്തിയപ്പോഴാണ് വീട് പൂട്ടിയ നിലയിൽ കാണുന്നത്. വിഘ്നേശ്വരി ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് അയൽവാസിയുടെ സഹായത്തോടെ വീടിന്റെ ജനൽ ഗ്ലാസ് തകർത്ത് നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് അതായത് വിഘ്നേശ്വരി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. തുടർന്ന് അയൽവാസിയുടെ സഹായത്തോടെ വീടിന്റെ ജനൽ ഗ്ലാസ് തകർത്ത് നോക്കി. അപ്പോഴാണ് ഇത്തരത്തിൽ ഫാനിൽ തൂങ്ങി നിൽക്കുന്ന വിഘ്നേശ്വരിയെ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുന്നു. 2 ദിവസം മുൻപായിരുന്നു ഇരുവരുടെ 2ാം വിവാഹ വാർഷികം നടന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് ചന്ദ്രൻ പോലീസിനോട് പറഞ്ഞത്. പക്ഷേ വിഘ്നേശ്വരി ഭർത്തൃവീട്ടിൽ അധിക്ഷേപം നേരിട്ടിരുന്നുവെന്നും ആത്മഹത്യക്ക് കാരണം അറിയില്ലെന്ന് യുവതിയുടെ സഹോദരൻ പറഞ്ഞു. വിഘ്നേശ്വരിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സമാനമായ സംഭവം ഈ ആഴ്ച തന്നെയാണ് തിരുവനന്തപുരം ആറ്റുകാലിൽ ഉണ്ടായത്. ആറ്റുകാലിൽ ആത്മഹത്യ ചെയ്ത ആരതി ഭർത്താവിൽ നിന്ന് ശാരീരിക പീഡനം നേരിട്ടെന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പും ചാറ്റുകളും അടക്കം പുറത്തു നിന്നിരുന്നു. മർദ്ദന വിവരങ്ങൾ ഭർത്താവ് അതിലിന്റെ മാതാപിതാക്കൾക്കും അറിയാമായിരുന്നുവെന്ന് ആരതിയുടെ അമ്മ പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും അത്തരത്തിൽ ആരതിയുടെ ആത്മഹത്യക്ക് തൊട്ടു പിന്നാലെയാണ് വിഘ്നേശ്വരിയുടെ ആത്മഹത്യയും ഉണ്ടാകുന്നത്. 2 ആത്മഹത്യകളാണ്. അതും ഭർത്തൃവീട്ടിൽ ഭർത്താവിന്റെ പീഡനം കാരണം ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.